സാറ് പറഞ്ഞു പണ്ട് കാലം മുതലേ ഈ സിനിമയിൽ ഇതൊക്കെ പതിവാണ്. പതിവാണെന്ന് പറഞ്ഞാല് ഈ നമ്മളെ ഈ വലിയ വിഗ്രഹങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നടന്മാരും ഒക്കെ ഇതിന്റെ പുറകെ ആയിരുന്നു. പതിവെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതില് ഒരാൾ അങ്ങോട്ട് ചെന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിനിമയിൽ ഈ പെൺകുട്ടിയുടെ കൂടെ വരുന്ന ആരാ? അച്ഛനാണോ അമ്മയാണോ? സ്ത്രീയാണോ പുരുഷനാണോ കൂടെ വരുന്നത്? സ്ത്രീയായിരിക്കും. അവരാണ് മുൻകൈ എടുക്കുന്ന ആലോചിക്കണം. എൻ്റെ അനുഭവത്തിൽ കാഴ്ചപ്പാടിൽ ഇവരാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. കൊടുക്കുന്നത് എന്തിനാ? പ്രലോഭനം കൊണ്ട്. അത് ശരിയാണത്. ഈ കുട്ടി നായികയായി വരുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു, സിനിമ ധാരാളം കിട്ടുന്നു, ബഹുഭാഷയിൽ പോകുന്നു, മറ്റു നടിമാരുടെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ മദ്രാസിലുള്ളപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഈ കൊല്ലത്തു നിന്ന് അമ്മയും വരുന്നു. അന്ന് ഭാഗ്യരാജിൻ്റെ ധാവണിക്കനവുകൾ ഷൂട്ടിങ് നടക്കുന്നൊരു സമയമാണ്. അതിലാണ് അഭിനയിക്കാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു, നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ ഈ സിനിമയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ സാറേ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ സാറേ പ്രശ്നമുള്ളത്? ഇത് അഴുക്ക് പിടിച്ചിരിക്കണമെന്നല്ല, ഇതൊന്ന് കുളിച്ചാൽ പോകുന്നതല്ലേ. ഞാൻ ഞെട്ടി ഒന്നും മിണ്ടില്ല. കാരണം കാശ് കിട്ടും, പേര് കിട്ടും. രക്ഷപ്പെട്ടോ? എവിടെ രക്ഷപ്പെട്ടു? അതിൽ അഭിനയിച്ചു വെച്ചാൽ ചെറിയൊരു സീനിൽ മാത്രം മറിഞ്ഞു പോയി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഒരാളുടെ മാത്രമല്ല, ഇങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയിക്കണം. എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കണം. മറ്റൊന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരാൾക്ക് അഭിനയിച്ചാൽ കുറച്ച് പടത്തിൽ, രണ്ടോ മൂന്നോ പടത്തിൽ അഭിനയിച്ചാൽ എത്ര കിട്ടും നമുക്കറിയാം. പക്ഷേ ഇവരൊക്കെ മണിമാളി വയ്ക്കുന്നില്ലേ? കാറുകൾ വയ്ക്കുന്നില്ലേ? നമ്മൾ ആ അന്വേഷണം ആ രീതിയിലേക്കും പോകണ്ടേ? ഇവരുണ്ടാക്കുന്ന സാമ്പത്തികം എവിടെ നിന്നാണ്? അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം. ഇല്ല. നിങ്ങൾ എവിടെയാണേ പൊക്കോ. ഞാനൊരു തവണ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ആരെ കാത്താൻ നിൽക്കുന്നത്? അല്ല സാർ, ഒരാൾ വരാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു തകട ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറ ചോദിച്ചു. അല്ല സാറേ, ഒരു ആർട്ടിസ്റ്റ് വരാനുണ്ട്. ആർട്ടിസ്റ്റ് ഇപ്പം വരും. നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പം ഇല്ല അവർ. എന്താ അവർ ആ ഷൂട്ടിങ്? അപ്പോൾ അവർക്ക് ഷൂട്ടിങ് അവർ സിനിമ ഉണ്ടെന്നറിയാം. ഏത് ഷൂട്ടിങ് തുടങ്ങിയാലും നമ്മളറിയും എന്നുള്ളത്. അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് ഒന്നും ഇല്ല. അല്ല സാറേ, അത് വേറെ. അപ്പോൾ ഞാൻ പറയടോ കാര്യം പറയടോ, ഞാൻ പുറത്തൊന്നും പറയില്ല. അപ്പോൾ അയാളുടെ ഒരു ഡയറി ഉണ്ട്. ഈ ഡയറിയിൽ കുറേ ആർട്ടിസ്റ്റിൻ്റെ നമ്പറുകളാണെന്ന് ആലോചിക്കണം. എന്താടോ അത് സാറേ? ഇത് വേറൊരു ലോകമാണത്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റാണ് വേണ്ടത്. ആ ആർട്ടിസ്റ്റ് എമൗണ്ട് പറഞ്ഞ് ഫിക്സ് ചെയ്തു. അവരവിടുന്ന് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നു, ഇവിടെ താമസിച്ചു, അവരടുത്ത പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ എത്ര ദിവസമാണെന്ന് വെച്ചാൽ അത്രയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞെട്ടിലുണ്ടായൊരു കാര്യമാണത്. ഒന്നാമത്, ആ ആർട്ടിസ്റ്റിനെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. രണ്ടാമത്, ഈ ബിസിനസ് ചെയ്യാൻ ഒരാളുണ്ട് ഇവിടെ, അത് മൂന്നാമതൊരാൾ അറിയില്ല. ഇപ്പം ഞാനാണ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് പൈസ കൊടുക്കുകയും ഞാനും അവരും ഇയാളും മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. കമ്മീഷൻ ഉണ്ടാവും. പിന്നെ കമ്മീഷൻ. അങ്ങനെയും ബിസിനസ് നടക്കുന്നുണ്ട്. ഗൾഫിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ആഴ്ചയിൽ ഗൾഫിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളിത് പറയുന്നത് അവരെങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷേ നമ്മളിതൊക്കെ ആലോചിക്കുമ്പോൾ ഈ കാശ്, ഇത്രയും കാശുണ്ടാക്കി നിങ്ങൾ 25 വർഷം മുമ്പ് പറയേണ്ട കാര്യങ്ങൾ അന്ന് പറയാതെ 25 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്ക് സിനിമയില്ലാതാകുന്നു, ഒന്നുമില്ലാതാകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക്, എന്നെ സംബന്ധിച്ച് അത് ശരിയാണോ എന്ന് ചോദിക്കാൻ തോന്നും.